എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ ഹിന്ദി NCERT സ്പർശ് എന്ന ബുക്കിലെ 13th ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. ക്വസ്റ്റൻ ആൻസേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കുറച്ച് ക്വസ്റ്റൻ ആൻസേഴ്സ് ഓൾറെഡി ഫസ്റ്റ് പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. ചാപ്റ്ററിൻ്റെ പേരാണ് തീസരി കിസ്ം കി ശില്പകാർ ശൈലേന്ദ്ര. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങേണ്ടത് ആശയ സ്പഷ്ട് കീജിയെ എന്ന് തൊട്ടിട്ട് പിന്നെ ഭാഷാ അധ്യയനമാണ്. അതാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസേഴ്സ് തന്നെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങാം. निम्नलिखित के आशय स्पष्ट कीजिए। वह तो एक आदर्शवादी भावुक कवि था जिसे अपार संपत्ति और यश तक की इतनी कामना नहीं थी जितनी आत्मसंतुष्टि के सुख की अभिलाषा थी. ഇത് ചാപ്റ്ററിലുള്ള സെൻറ്റൻസ് തന്നെയാണ്. അതിനെ ആശയം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ വഹ് തോ ഏക് ആദർശവാദി ഭാവുക് കവിത, അദ്ദേഹം ഒരു ആദർശവാദിയായിട്ടുള്ള ഭാവുക്, വളരെ ഇച്ഛാശക്തിയുള്ള ഒരു നല്ല മനുഷ്യനായിട്ടുള്ള നല്ല ഒരു കവിയായിരുന്നു. ആദർശവാദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോ ആദർശവും കോ മാൻതാ ഹേ, ഐഡിയലിസ്റ്റിക്. അപ്പോൾ അങ്ങനെയുള്ള കവിയായിരുന്നു. ആരാണ് അങ്ങനെയുള്ള കവി? ശൈലേന്ദ്ര. അപ്പോൾ അത് പറയുന്നത് ആരാണ്? നമ്മളുടെ റൈറ്ററാണ് അത് പറയുന്നത്. ജിസെ അപാർ സമ്പത്തി ഓർ യശ് തക്ക് ഇത്തിനി കാമന നഹി ഥി, അദ്ദേഹത്തിന് അപാരമായിട്ടുള്ള സമ്പത്തി അഥവാ ധനം അല്ലെങ്കിൽ യശ്, കീർത്തി, പറഞ്ഞ പോപ്പുലാരിറ്റി ഒന്നും ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ജിത്തിനി ആത്മസന്തുഷ്ടിക്ക് സുഖിക്ക് അഭിലാഷാതി, അദ്ദേഹത്തിൻ്റെ ആത്മസന്തുഷ്ടി, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, പറഞ്ഞാൽ സ്വയം സന്തുഷ്ടി, സ്വയം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള ആ ആഗ്രഹത്തിൻ്റെ മുന്നിൽ സമ്പത്തിയും യശ്, കീർത്തി ഒന്നും ആയിരുന്നില്ല എന്നർത്ഥം. അപ്പോൾ അതിനെ പറ്റിയിട്ട് വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇസ്ക ആശയ ഹേ കി ശൈലേന്ദ്ര ആദർശവാദി ഭാവുക് ഹൃദയ കവി ഥേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ശൈലേന്ദ്ര ഒരു ആദർശവാദിയായിട്ടുള്ള വളരെ ഇച്ഛാശക്തിയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ള അങ്ങനെയുള്ള ഹൃദയമുള്ള ഒരു കവിയായിരുന്നു. ഉനെ അപാര സമ്പത്തി തഥാ ലോകപ്രിയതാക്കി കാമന എത്തിനി നഹി ഥി, അദ്ദേഹത്തിന് ഒരുപാട് ധനത്തിൻ്റെയും പിന്നെ ലോകപ്രിയത, പോപ്പുലാരിറ്റിയുടെ ഒന്നും ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നും യാതൊരു ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ജിത്തിനി ആത്മതുഷ്ടി, ആത്മസന്തോഷ, മാനസിക് ശാന്തി, മാനസിക് സാന്ത്വന ആദിഖിതി, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആത്മതുഷ്ടി എന്ന് പറഞ്ഞാൽ ആത്മസംതൃപ്തി അല്ലെങ്കിൽ സന്തുഷ്ടിയൊക്കെ തന്നെയാണ് അർത്ഥം കേട്ടോ. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, സ്വന്തം ഒരു തൃപ്തി, ഒരു സാറ്റിസ്ഫാക്ഷൻ, അതന്നെയാണ് അതിൻ്റെ അർത്ഥം. ആത്മസന്തോഷം എന്ന് പറഞ്ഞാലും അതന്നെയാണ്. ആത്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്വയം, സെൽഫ്. അപ്പോൾ സ്വയം സന്തോഷം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. മാനസിക ശാന്തി, മനസ്സിന് ശാന്തി, പിന്നെ മാനസിക് സാന്ത്വന, ശാന്തി എല്ലാം ഒരേ തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ പോസിറ്റീവായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിന് സന്തോഷം തോന്നുന്ന എന്തും വായിത്തോന്നേ ചെയ്യാമെന്നല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പാഷനായിരുന്നു അല്ലേ. ആ കവി ഹൃദയം എന്നൊക്കെയുള്ള സമയത്ത് ഒരുപാട് മനസ്സിൽ ആ ഫീലിങ്സ്, നല്ല നല്ല ഫീലിങ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടി ഒരു പിക്ചർ ചെയ്ത് നല്ല മെസ്സേജ് ജനങ്ങളിൽ എത്തിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. क्योंकि ये संतृप्तियाँ धन से नहीं खरीदी जा सकती, ना ही इन्हें कोई भेंट कर सकता है. അപ്പോൾ എന്താ പറയുന്നത്? ഈ സദൃത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗുഡ് വിൽ, നല്ല കാര്യങ്ങൾ, അച്ഛേ കാം, ഭലേ കാം എന്നൊക്കെ പറയാം. നല്ല കാര്യങ്ങൾ, സദാചാരം എന്നൊക്കെ പറയാം. സദാചാരം എന്ന് ഹിന്ദിയിലും പറയും. അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം എടുത്ത് കാണിക്കാൻ പിന്നെ തീരുമാനിച്ച കാര്യങ്ങൾ പിക്ചറിൽ കൂടിയിട്ട് ധൻ സെ നഹി ഖരീദി ജാ സക്തി, പൈസ കൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നാഹി ഇനി കോയി ഭേന്റ് കർ സക്ത, അതിനെ ആരും സമ്മാനമായിട്ട് ഗിഫ്റ്റായിട്ട് തരാനും കഴിയില്ല. ഇൻ ഗുണോ കി അനുഭൂതി തോ അന്തർ സെ ഈശ്വർ കി കൃപ സെ ഹി ഹോത്തി ഹെ, ഈ പറഞ്ഞ ക്വാളിറ്റികളെല്ലാം ഉള്ളിൽ നിന്ന്, അതിൻ്റെ എല്ലാം ഫീലിങ്സ് എന്താണ്? ഉള്ളിൽ നിന്ന് ഈശ്വരൻ്റെ കൃപയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി അലൗകിക് അനുഭൂതിയോ സെ പരിപൂർണ്ണ തേ ശൈലേന്ദ്ര, തബി തോവെ ആത്മതുഷ്ടി ചഹത്തെ തേ. അപ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങൾ കൊണ്ടെല്ലാം പറഞ്ഞ അലൗകിക് അനുഭൂതിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലൗകികമായിട്ടുള്ള, പറഞ്ഞാൽ ലൗകികമല്ലാത്ത, അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ റെയർ ആയിട്ടുള്ള എന്നർത്ഥം, നല്ലത്. അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് കൊണ്ട് പരിപൂർണനായിരുന്നു ശൈലേന്ദ്ര. തബി തോവെ ആത്മതുഷ്ടി ചാഹത്തെ തെ, അതുകൊണ്ടായിരുന്നു അദ്ദേഹം ഒരു ആത്മതുഷ്ടി അഥവാ ആത്മസംതൃപ്തി, സന്തുഷ്ടിയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്.
नेक्स्ट क्वेश्चन, उनका यह दृढ़ मंतव्य था कि दर्शकों की रुचि की आड़ में हमें उतलेपन को उन पर नहीं थोपना चाहिए. അദ്ദേഹത്തിൻ്റെ ഒരു ദൃഢമായിട്ടുള്ള പ്രസ്താവന, മന്തവ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയുന്നതായിരുന്നു. ഇത് ആര് പറയുന്നതായിരുന്നു എന്നാണ് പറയുന്നത്? ശൈലേന്ദ്ര പറയുന്നത്. ദർശകോं की रुचि की आड़ में हमें, ദർശകരുടെ കാണികളുടെ ഇൻട്രസ്റ്റിൻ്റെ നിഴലിൽ, ആ ഇൻട്രസ്റ്റിൻ്റെ സപ്പോർട്ടിൽ, ആടെന്ന് വെച്ചാൽ സപ്പോർട്ട്, പറഞ്ഞാൽ അതിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മൾക്ക് ഹമേ ഉത്ലേപ്പൻ കോ ഉൻ പർ നഹി തോപ്പന ചാഹിയേ. ഉത്ലേപ്പൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ പരത്തുന്ന, ആൾക്കാരെ തെറ്റായി പിന്നെ ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് ഉത്ലേപ്പൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. കലാകാർ കാ യഹ് കർത്തവ്യ ഭി ഹൈ കി, കലാകാരൻ എന്ന നിലയിൽ ഈ കർത്തവ്യവും ഉണ്ട്. എന്താണ്? വഹ് ഉപഭോക്താക്കി രുചിയും കാ പരിഷ്കാർ കർണേ കാ പ്രയത്ന കരേ. ഒരു കലാകാരൻ, ഉപഭോക്താവ് എന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സ്, അതിൻ്റെ അർത്ഥം ഇവിടെ ദർശക്, കാണികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്താനും പ്രയത്നിക്കണം. അപ്പോൾ ഇതിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ, ഏക് ആദർശവാദി ഉച്ചകോട്ടി കെ ഗീതकार व कवि हृदय शैलेंद्र ने रुचियों की आड़ में कभी भी दर्शकों पर घटिया गीत तोपने का प्रयास नहीं किया. ഒരു ആദർശവാദിയായിട്ടുള്ള ഹൈ ലെവലിലുള്ള, ഉച്ചകോട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലെവലിലുള്ള, അതിൻ്റെ അർത്ഥം എന്താണ്? നല്ല പിന്നെ തിങ്കിങ്സ് ഉള്ള, അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ഒരു ഗീത്കാർ, ഒരു സോങ് റൈറ്റർ എന്ന നിലയിലും പിന്നെ കവി ഹൃദയ ശൈലേന്ദ്ര, കവി ഹൃദയനും ആയിട്ടുള്ള ശൈലേന്ദ്രനെ രുചിയോं की आड़ में, വെറും ഇൻട്രസ്റ്റിൻ്റെ പേരിൽ കഭി ബി, ഒരിക്കലും ദർശകോं पर, ദർശകരുടെ മേലെ, കാണികളുടെ മേലെ ഘട്ടിയ ഗീത് തോപ്പനേക്ക പ്രയാസ് നഹി കിയ. ഘട്ടിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴ്ന്ന നിലവാരമുള്ള, അല്ലെങ്കിൽ നിലവാരമില്ലാത്ത, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പാട്ടുകൾ പിന്നെ കാണികളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ഒരിക്കലും അങ്ങനെ ശ്രമിച്ചിട്ടില്ല. ഫിലിം മേ ആജ് കെ ദോർ മേ മനോരഞ്ജൻ കാ ഏക് സശക്ത് മാധ്യം ഹേ. ഫിലിംസ് ഇന്നത്തെ കാലത്ത് ഒരു സശക്തമായിട്ടുള്ള, ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു മാധ്യമമാണ്, എൻ്റർടൈനിനുള്ള ഒരു മാധ്യമമാണ്. സമാജ് മേ ഹർ വർഗ് കെ ലോക് ഫിലിം ദേഖ്തേ ഹേ. നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഫിലിം കാണാറുണ്ട് അല്ലേ? ഓർ ഉൻസെ പ്രഭാവിത് ഭി ഹോത്തേ ഹേ. ആ ഫിലിം കണ്ട് അതിന്ന് ചില എഫക്ട്സും അവർക്ക് കിട്ടുന്നുണ്ട്, അതിൽ അട്രാക്റ്റും ആവുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ആ ഫിലിമിൽ കാണുന്ന വല്ല ഡ്രസ്സുകൾ, അല്ലെങ്കിൽ ഹെയർ സ്റ്റൈല്, അതൊക്കെ നമ്മൾ അനുകരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിലിങ്ങനെ പറഞ്ഞതുപോലെ, അതിൽ അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം നമ്മൾ സാധാരണ നമ്മളുടെ നോർമൽ ലൈഫിൽ നമ്മൾ അതെല്ലാം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ശൈലേന്ദ്ര ഉദ്ദേശിക്കുന്നത്, നമ്മൾ തെറ്റായ ഒരു കാര്യങ്ങളും ഫിലിമിൽ കാണിക്കരുത്, നമ്മളതിനെ പെരുപ്പിച്ച് കാണിക്കരുത് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ഇന്ന ഫിലിമിൽ ഇന്നവർ പറഞ്ഞ പോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സാധാരണ ലൈഫിൽ. അപ്പോൾ आजकल जिस प्रकार की फिल्मों का निर्माण होता है उनमें से अधिकतर इस तरह की नहीं होती कि पूरा परिवार एक साथ बैठकर देख सके. അപ്പോൾ എന്താ പറയുന്നത്? ഇന്നത്തെ കാലത്ത് ഏത് തരത്തിലുള്ള ഫിലിമുകളാണോ നിർമ്മിക്കപ്പെടുന്നത്, നിർമ്മാൺ ഹോത്താ ഹെ എന്ന് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പില്ല, ഒരു കോമയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയുള്ള ഫിലിമുകളാണോ നിർമ്മിക്കുന്നത്, ഉന്മേസെ അധികതർ, അതിൽ അധികം ഫിലിംസും ഇസ് തർക്കി നഹി ഹോത്തി, ഈ ലെവലിലുള്ളത് ആയിരിക്കില്ല. സ്തർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവല് ആയിരിക്കില്ല. കി പൂര പരിവാർ ഏക് സാത്ത് ബെഡ്കർ ദേഖ് സക്കെ, മുഴുവൻ ഫാമിലിയും ഒരുമിച്ചിരുന്ന് കാണാനുള്ള തരത്തിലുള്ളതായിരിക്കില്ല. फिल्म निर्माताओं की बांधी वे दर्शकों की पसंद का बहाना बनाकर निम्न स्तरीय कला अथवा സാഹിത്യ നിർമ്മാണം നഹി കർണ ചാത്തേ തേ. എല്ലാ ഫിലിം നിർമ്മാതാക്കളെ പോലെയും ദർശകരുടെ ഇഷ്ടം എന്നുള്ള ഒരു കാരണത്താൽ, അതിനെ കാരണമാക്കിയിട്ട്, ബഹാന ബനാക്കർ എന്ന് വെച്ചാൽ കാരണമാക്കുക, പറഞ്ഞാൽ നെഗറ്റീവായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നിമ്നസ്തരീയ കല അഥവാ സാഹിത്യ നിർമ്മാണം, നിമ്നസ്തരീയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴ്ന്ന ലെവലിലുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഗുണനിലവാരം ഇല്ലാത്ത, ജിസ്മേ ഗുണവത്ത നഹി എന്ന് പറയാം. അപ്പോൾ ഗുണനിലവാരം ഇല്ലാത്ത കലയോ സാഹിത്യമോ നിർമ്മിക്കാൻ അദ്ദേഹം താല്പര്യമില്ല അദ്ദേഹത്തിന്. ഉൻക മാനന था कि कलाकार का दायित्व है कि, അപ്പോൾ അദ്ദേഹം വിശ്വസിച്ചു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കലാകാരൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, വഹ് ദർശകോं की रुचि का परिष्कार करे. കലാകാരന്മാർ ദർശകർക്ക് എന്താണോ ഇൻട്രസ്റ്റ് അതിനെ പരിഷ്കരിക്കുക. അതിൻ്റെ അർത്ഥം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
പറഞ്ഞ ദർശകർക്ക് നല്ല മെസ്സേജ് കൊടുക്കുക, നമ്മുടെ നോർമലായിട്ട് ലൈഫിൽ സംഭവിക്കുന്ന തരത്തിൽ മാത്രം കാണിക്കുക, അതിനെ പെരുപ്പിക്കാതെ. ഉൻകാ ലക്ഷ്യ ദർശകോങ്കോ നയേ മൂല്യവ വിചാർ പ്രദാൻ കർണ ഥ. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കാണികൾക്ക് പുതിയതായിട്ടുള്ള മൂല്യങ്ങൾ, പറഞ്ഞ നല്ല കാര്യങ്ങളും പിന്നെ വിചാർ പ്രദാൻ കർണ, നല്ല വിചാരങ്ങൾ ലഭിക്കുക, കിട്ടുക എന്നത്, കൊടുക്കുക എന്നത് മാത്രമായിരുന്നു. नेक्स्ट क्वेश्चन, व्यथा आदमी को पराजित नहीं करती, उसे आगे बढ़ने का संदेश देती है. വ്യഥ എന്നാൽ ദുഃഖം, ദുഃഖം മനുഷ്യനെ പരാജയപ്പെടുത്തുന്നില്ല, ഇനിയും മുന്നോട്ട് പോകാനുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്. इसका अर्थ है कि व्यथा पीड़ा दुख आदि व्यक्ति को कमज़ोर या हतोत्साहित अवश्य कर देते हैं, लेकिन उसे पराजित नहीं करते. ഇതിൻ്റെ അർത്ഥമാണ് വ്യഥ, പീഡ, ദുഃഖ് എല്ലാം ഒരേ മീനിങ് ആണ് ദുഃഖം എന്നുള്ളത്. ദുഃഖം മനുഷ്യനെ തീർച്ചയായിട്ടും കംസോർ യാ ഹതോത്സാഹിത് അവശ്യ കർ ദേത്തെ ഹെ, വീക്കാക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഹതോത്സാഹിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്സാഹ കം ഹോന, അല്ലെങ്കിൽ നഷ്ട ഹോന, അല്ലെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം കുറയുക, നമ്മൾ വീക്കാവുക, അത്രേ ഉള്ളൂ. അപ്പം നമ്മളെ വീക്കാക്കും, നമ്മളുടെ ആത്മവിശ്വാസം കുറയും, അങ്ങനെയെല്ലാം തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ ഉസെ പരാജിത് നഹി കർത്തെ, അവനെ പരാജയപ്പെടുത്തുന്നില്ല. ബൽക്കി എന്നാൽ ഉസെ മജ്ബൂത്ത് ബനാക്കർ ആകെ ബഡ്നേക്ക് പ്രേരണ ദേത്തെ ഹെ, ഇനിയും കൂടി സ്ട്രോങ് ആക്കി മുൻപോട്ട് പോകാനുള്ള പ്രേരണയാണ് കൊടുക്കുന്നത്. ഹർ വ്യഥ ആദ്മിക്കോ ജീവൻ കി എക് നയി സീഖ് ദേത്തി ഹെ, ഓരോ ദുഃഖവും മനുഷ്യന് ജീവിതത്തിൽ ഒരു പുതിയ പാഠമാണ് തരുന്നത്. വ്യഥ കി കോക്ക് സെ ഹി തോ സുഖ് കാ ജന്മ ഹോത്താ ഹെ. വ്യഥ, ദുഃഖത്തിൻ്റെ കോക്ക് എന്ന് വെച്ചാൽ വോംബ്, WOMB, വോംബ്, അതിൽ നിന്ന് തന്നെയാണ് ഒരു സുഖം ജന്മമെടുക്കുന്നത്. അതുകൊണ്ട് വ്യഥ കെ ബാദ്, ദുഃഖ് കെ ബാദ് ആനെ വാല സുഖ് അധിക് സുഖകാരി ഹോത്താ ഹെ. വ്യഥയുടെ ശേഷം, ദുഃഖത്തിൻ്റെ ശേഷം വരുന്ന സുഖം അധികം സുഖകരമായിരിക്കും. नेक्स्ट क्वेश्चन, दरअसल इस फिल्म की संवेदना किसी 2 से 4 बनाने वाले की समझ से परे है. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിലിമിൻ്റെ സംവേദന, അതിനെ അടുത്തറിയുക, അതിനെ മനസ്സുകൊണ്ടറിയുക, സംവേദന എന്ന് പറഞ്ഞാൽ സെൻസേഷൻ, അങ്ങനെ അറിയുന്നത് ഒരു 2നെ 4 ആക്കുന്ന ഒരാളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും ദൂരെയാണ്. പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. 2 से 4 ബനാന, 2നെ 4 ആക്കുക എന്ന് വെച്ചാൽ അതൊരു മുഹാവരയാണ്, ഒരു ഈഡിയമാണത്. പറഞ്ഞാൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുക, മുനാഫ കമാന, മുനാഫ ബനാന എന്നൊക്കെ പറയാം. ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള സിനിമ ഇൻഡസ്ട്രിയിൽ മുഴുവനും ആൾക്കാർ അതിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് എന്നാണ് പറയുന്നത്. തീസരി കസം ഫിലിം ഗഹരി സംവേദനാത്മക് തഥാ ഭാവനാത്മക് തീ. തീസരി കസം എന്ന മൂവി വളരെ ആഴമേറിയ സംവേദനാത്മക്, സെൻസേഷണൽ ആയിട്ടുള്ള അഥവാ സെൻസിറ്റീവ് ആയിട്ടുള്ളതും ഭാവനാത്മക്, ഇമോഷണൽ ആയിട്ടുള്ളതുമായിരുന്നു. उसे अच्छी रुचियों वाले संस्कारी मन और कलात्मक लोग ही समझ सराह सकते थे. उसे അതിനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീസരി കസം എന്ന ഫിലിമിനെ അച്ചി രുചിയും വാലെ, നല്ല ഇൻട്രസ്റ്റ് ഉള്ള സംസ്കാരി മൻ, നല്ല സംസ്കാരം മനസ്സുള്ളതും പിന്നെ കലാത്മക് ലോക്, നല്ല കലാത്മകമായിട്ടും ഉള്ള ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാക്കാനോ അപ്രീഷിയേറ്റ് ചെയ്യാനോ കഴിയുള്ളൂ. കവി ശൈലേന്ദ്ര की फिल्म निर्माण के पीछे धन और यश प्राप्त करने की अभिलाषा नहीं थी. കവി ശൈലേന്ദ്ര ഫിലിം നിർമ്മിച്ചതിൻ്റെ പിന്നിൽ പൈസ സമ്പാദിക്കാനോ അഥവാ അല്ലെങ്കിൽ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടോ കീർത്തിക്ക് വേണ്ടിയിട്ടോ ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. വേ ഇസ് ഫിലിം കെ മാധ്യം സെ അപ്നെ ഭീതർ കെ കലാകാർ കോ സന്തുഷ്ട കർണ ചാഹത്തെ തെ. അദ്ദേഹം ഈ ഫിലിമിൽ കൂടിയിട്ട് തൻ്റെ ഉള്ളിലുള്ള ആ കലാകാരനെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത്, അതിനു വേണ്ടിയിട്ടാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഭാവനകൾ, ആ കവി ഹൃദയം എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ അതിനെയെല്ലാം പുറത്തെടുത്തു, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിലിം നിർമ്മിച്ചത്. इस फिल्म को बनाने के पीछे शैलेंद्र की जो भावना थी उसे केवल धन आर्जित करने की इच्छा करने वाले व्यक्ति नहीं समझ सकते थे. ഈ ഫിലിം ഉണ്ടാക്കാൻ ശൈലേന്ദ്രൻ്റെ ഉള്ളിലുള്ള ആ ഭാവനകൾ എന്തായിരുന്നുവോ ആ ഭാവനകളെ, ആ ഫീലിങ്സിനെ വെറും പൈസ സമ്പാദിക്കാൻ മാത്രം ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക്, അത് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലായിരുന്നു. ഇസ് ഫിലിം കി ഗഹരി സംവേദന ഉൻകി സമജ് ഓർ സോച്ച് സെ ഊപ്പർ കി ബാത് ഹൈ. ഈ ഫിലിമിലുള്ള ആഴമേറിയ ആ സെൻസേഷൻ
പൈസ സമ്പാദിക്കാൻ മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്ന ആൾക്കാരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയും തിങ്കിങ്സിൻ്റെയും ഉപരിയായിരുന്നു, അതിനേക്കാളും അതിൻ്റെ അപ്പുറമായിരുന്നു, അതിൻ്റെ ബിയോണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉൻകെ ഗീത് ഭാവ് പ്രവൺ ഥേ ദുരൂഹ് നഹി. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഭാവങ്ങൾ നിറഞ്ഞതായിരുന്നു, കഠിനമായിരുന്നില്ല, ബുദ്ധിമുട്ടുള്ളതായിരുന്നില്ല. ഇസ്കാ അർത്ഥ ഹെ കി ശൈലേന്ദ്ര കെ ദ്വാര ലിഖെ ഗീത് ഭാവനാവോ സെ ഓത് പ്രോത് ഥേ. ഇതിൻ്റെ അർത്ഥമാണ് ശൈലേന്ദ്ര എഴുതിയ പാട്ടുകൾ, ഗാനങ്ങൾ ഭാവനകൾ നിറഞ്ഞതായിരുന്നു. ഓത് പ്രോത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർഫ്ലോ, ഭാവനകൾ നിറഞ്ഞ് കവിഞ്ഞതായിരുന്നു എന്ന് പറയാം. ഉന്മെ ഗഹരായി ഥി, അതിൽ ആഴങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അത് മീനിങ് ഫുൾ ആയിരുന്നു, അർത്ഥമുള്ളതായിരുന്നു. ഉൻകെ ഗീത് ജനസാമാന്യ ലിയെ ലിഖെ ഗയെ ഗീത് ഥേ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എഴുതിയതായിരുന്നു. തഥാ ഗീതോ കി ഭാഷ സഹജ് സരൾ ഥി ക്ലിഷ്ട് നഹി ഥി. അതുകൂടാതെ ആ പാട്ടുകളുടെ ഭാഷ സഹജ് നാച്ചുറൽ ആയിരുന്നു, സരൾ ഥി സരളമായിരുന്നു, സിമ്പിൾ ആയിരുന്നു, ക്ലിഷ്ട് നഹി ഥി ബുദ്ധിമുട്ടുള്ളതായിരുന്നില്ല, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു. തബി തോ ആജ് ബി ഇൻകെ ദ്വാര ലിഖെ ഗയെ ഗീത് ഗുൻഗുനായെ ജാത്തെ ഹെ. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം എഴുതിയ പാട്ടുകൾ ഇന്നും ഇന്നത്തെ ആൾക്കാരും അത് എന്നും മൂളിക്കൊണ്ടിരിക്കുന്നത്. ഗുൻഗുനാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹമ്മിങ്, ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്നത്. ऐसा लगता है मानो हृदय को छूकर उसके അവസാദ് को दूर करते हैं. അവസാദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിരാശ, ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ഡള്ളായിട്ടുള്ള ഒരു അവസ്ഥ. അപ്പോൾ എങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറയുന്നത്, മനോ ഹൃദയ को छूकर, നമുക്ക് തോന്നുന്നത് എങ്ങനെ വെച്ചാൽ അത് ഹൃദയത്തിനെ തൊട്ടിട്ട് ഉസ്കെ അവസാദ് കോ ദൂർ കർ ദേത്തെ ഹെ. ആ ഹൃദയത്തിലുള്ള നിരാശകളോ ഡിപ്രഷനോ ദുഃഖമോ എന്താ വെച്ചാൽ അതിനെ ദൂരീകരിക്കുന്നു, അതിനെ ദൂരെ മാറ്റുന്നത് പോലെ തോന്നും. നെക്സ്റ്റ് ഭാഷാ അധ്യയനാണ്. പാഠ് മേ ആയേ സേ കെ വിഭിന്ന പ്രയോഗോ സെ വാക്യ കി സംരചന കോ സമജിയേ. സേ എന്നതിൻ്റെ പ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കുറേ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, ചാപ്റ്ററിലുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ സേ എന്ന് വന്നിരിക്കണം അവിടെ, അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊക്കെ എളുപ്പമുള്ളതാണ്, അറിയാം. സേ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ കപ്പടേ സേ പോച്ച, തുണി കൊണ്ട് തുടച്ചു. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വഹാസെ ആയ, അവിടെ നിന്ന് വന്നു. ഖുഷി സെ പാഗൽ ഹോ ഗയ, സന്തോഷം കൊണ്ട് ഭ്രാന്തായി, സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ സന്തോഷം മൂലം, സന്തോഷം കാരണം, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാം നമ്മൾ സേ എന്നാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇനി ചാപ്റ്ററിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. രാജ് കപൂർ ने एक अच्छे और सच्चे मित्र की हैसियत से शैलेंद्र को फिल्म की असफलता के खतरों से आगाह भी किया. രാജ് കപൂർ ഒരു നല്ല ഫ്രണ്ട് എന്ന നിലയിൽ, ഹേസിയത്ത് സെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഫ്രണ്ട് എന്ന നിലയിൽ എന്ന് ആണ് ഇവിടെ അർത്ഥം വരുന്നത്. ശൈലേന്ദ്രനെ ഫിലിമിൻ്റെ അസഫലത പറഞ്ഞാൽ അത് സഫലമാകില്ല എന്നുള്ള ആ ത്രെട്ട്, ഖത്ര എന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള വാർണിങ് കൊടുത്തു. അപ്പോൾ ഖത്രോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപകടം, ആഗാഹ് ബി കിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാർണിംഗ് കൊടുത്തു എന്നർത്ഥം. അപ്പോൾ ഖത്രോസെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ വാർണിംഗ് കൊണ്ട് അവെയർ ചെയ്തു എന്നൊക്കെയാണ് അർത്ഥം വരിക. അപ്പോൾ കൊണ്ട്, നിന്ന് എന്നൊക്കെ, നിന്ന് എന്നൊക്കെ വരും അർത്ഥം. രാത്തെ 10 ദിശാओं से कहेगी अपनी कहानियाँ. രാത്രികൾ 10 ദിശകളോട് പറയും തൻ്റെ കഥകൾ. അപ്പോൾ ഇവിടെ എങ്ങനെ വരുന്നത്, ദിശാओं ദിശകളോട്, രാത്രികൾ 10 ദിശകളോട്, ഓട് എന്നാണ് ഇവിടെ സേ എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത്. അടുത്തത്, ഫിലിം ഇൻഡസ്ട്രി മേ രഹത്തെ ഹുയെ ബി വഹാ കെ തോർ തരീഖോ സെ നാ വാക്കിഫ് തേ. ഫിലിം ഇൻഡസ്ട്രിയിൽ ഇരുന്നിട്ട് കൂടിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ, തോർ തരീഖ വെച്ചാൽ അവിടെ നടക്കുന്ന, അവിടുത്തെ എന്തൊക്കെയാ വെച്ചാൽ അവിടുത്തെ കാര്യങ്ങളോട് നാ വാക്കിഫ് തേ, അൺഅവെയർ ആയിരുന്നു, അവെയർനെസ് ഇല്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളോട്, ഓട് എന്ന് തന്നെയാണ് ഇവിടെയും വരുന്നത് അർത്ഥം. ദിശാओं എന്ന് പറയുന്ന പോലെ തന്നെയാണ് തോർ തരീഖോസ് എന്നും അർത്ഥം വരുന്നത്. അടുത്തത്, ദരസൽ इस फिल्म की संवेदना किसी 2 से 4 बनाने के गणित जानने वाले की समझ से परे थी. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിലിമിൻ്റെ സെൻസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ എന്താണ് അതിൻ്റെ ഭാവനകൾ, അതിൻ്റെ കാര്യങ്ങൾ കിസി 2 से 4 बनाने के ഗണിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2ൽ നിന്ന് 4 ആക്കുന്നത് അല്ലെങ്കിൽ 2നെ 4 ആക്കുന്നത്. അപ്പോൾ ഇവിടെ സേ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ വരുന്നത്, 2നെ 4 ആക്കുക അല്ലെങ്കിൽ 2ൽ നിന്ന് 4 ആക്കുക, രണ്ടും പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഗണിതം അറിയുന്ന ഒരാളുടെ അണ്ടർസ്റ്റാൻഡിങ് ഇന്ന് ദൂരെയുള്ള കാര്യമാണ്, പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് അർത്ഥം. അപ്പോൾ സമജ് സെ പരേത്തെ, അതിൽ നിന്ന് തന്നെയാണ് ഇവിടെയും അർത്ഥം വരുന്നത്. അപ്പോൾ ദോശ എന്ന് പറയുമ്പോൾ 2നെ 4 ആക്കുക എന്നർത്ഥം വരുന്നുണ്ട്.
അടുത്തത് ശൈലേന്ദ്ര രാജ് കപൂർ की इस याराना दोस्ती से परिचित तो थे. ശൈലേന്ദ്ര രാജ് കപൂറിൻ്റെ ഈ യാരാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമുള്ള ഈ നല്ല ദോസ്തി, ഈ ദോസ്തീസെ, ഈ ഫ്രണ്ട്ഷിപ്പിനെ പരിചിതം ആയിരുന്നു, അറിയാമായിരുന്നു. അപ്പോൾ അതിനെ എന്നാണ് ഇവിടെ വരുന്നത്. नेक्स्ट क्वेश्चन, इस पाठ में आए निम्नलिखित वाक्यों की संरचना पर ध्यान दीजिए. താഴെ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, പാഠത്തിൽ തന്നെയാണ്. അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ആ സെൻറ്റൻസ് എന്ന് മനസ്സിലാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒന്നുമില്ല, അതിലെ വേർഡ്സും അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തതെന്ന് അറിയണം, അത്രേ ഉള്ളൂ. തീസരി കസം ഫിലിം നഹി സെല്ലുലോയിഡ് पर लिखी कविता थी. തീസരി കസം എന്നത് ഫിലിം അല്ല, സെല്ലുലോയിഡിൽ എഴുതിയിരിക്കുന്ന ഒരു കവിതയായിരുന്നു. അപ്പോൾ അതിൽ തീസരി കസം എന്നുള്ളത് കോമ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ ഫിലിമിൻ്റെ പേരാണ്, അതാണ്. പിന്നെ അടുത്തത്, ഉനോനെ ऐसी ഫിലിം ബനായി തീ ജിസെ സച്ചാ കവി ഹൃദയ ഹി ബനാ സക്താ താ. അദ്ദേഹം എങ്ങനെയുള്ള ഫിലിമാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരു ശരിയായിട്ടുള്ള കവി ഹൃദയന് മാത്രമേ അത് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ജിസെ എന്ന് വെച്ചിട്ട് അതൊരു കൺജങ്ഷൻ ആയിട്ട് യൂസ് ചെയ്യും അല്ലേ. ആ സെൻറ്റൻസിന് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി 2 സെൻറ്റൻസ് ഉണ്ട്, അപ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത്, ഫിലിം കബ് ആയി കബ് ചലി ഗയി മാലൂമി നഹി പടാ. ഫിലിം എപ്പോൾ വന്ന് എപ്പോൾ പോയി അറിഞ്ഞതേ ഇല്ല. ഇപ്പോൾ കബായി കോമ കബ് ചലി ഗയി, എപ്പോൾ പോയോ, മാലൂമി നെയ് പട, അറിഞ്ഞതേ ഇല്ല. അതിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ വേറെ വേർഡ്സ് ഒന്നും ആവശ്യമില്ല, എന്നാലും എന്താണ്, ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്, നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്താണെന്ന് മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. ഖാലിസ് ദേഹാത്തി ബുച്ചെ ഗാഡി വാൻ ജോ സിർഫ് ദിൽ കി ജുബാൻ സമസ്താ ഹെ ദിമാഗ് കി നഹി. ഖാലിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക, പ്യുവർ, പക്ക എന്ന് പറയില്ലേ. ദേഹാത്തി അൺപഡ്, പഠിപ്പൊന്നും ഇല്ലാത്ത ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾ. ബുച്ചെ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, ഏകദേശം ഗവാർ എന്നൊക്കെ പറയും, ഗ്രാമീണനായിട്ടുള്ള. ഗാഡിവാൻ വണ്ടിക്കാരൻ. ജോ സിർഫ് ദിൽ കി ജുബാൻ സമസ്താ ഹെ, ഹൃദയത്തിൻ്റെ ഭാഷ മാത്രമേ മനസ്സിലാകുള്ളൂ. ദിമാക്കി നഹി, ബ്രെയിനിൻ്റെ അറിയില്ല, തലച്ചോറിൻ്റെ ഭാഷ മനസ്സിലാവില്ല. അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ ജുബാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടങ്, നാവ്. അപ്പം നമ്മൾ മലയാളത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ ദിൽ കി ജുബാൻ എന്ന് പറയില്ല, ഹൃദയത്തിൻ്റെ ഭാഷ എന്നേ നമ്മൾ പറയുള്ളൂ അല്ലേ. അപ്പോൾ നാവ് എന്നുള്ളത് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എവിടെയും വരുന്നില്ല ആ വേർഡ്, പക്ഷേങ്കിൽ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ എക്സാക്ട് ട്രാൻസ്ലേഷൻ എന്താണ്, ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് പറയും. അപ്പോൾ എല്ലാം എക്സാക്ട് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരു ഭാഷയിൽ നിന്ന് ഇനി ഒരു ഭാഷ അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാഠമേ ആയേ നിമ്നലിഖിത് മുഹാവരോസെ വാക്യ ബനായേ. പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് മുഹാവര അഥവാ ഈഡിയംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വെച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ, ചെഹറ മുർജാന. മുർജാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വാടുക എന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ മുഖം വാടുക, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നിരാശ് ഹോന അല്ലെങ്കിൽ ഉദാസ് ഹോന അല്ലെങ്കിൽ ഡള്ളാവുക, അതിനാണ് പറയുന്നത്. അപ്പോൾ ചെഹറ മുർജാന, ആതങ്കിയോനെ ജैसे ही अपने ഏരിയ കമാൻഡർ की मौत की बात सुनी ഉൻകെ ചെഹറ മുർജാ ഗയേ. ആതങ്കികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെററിസ്റ്റ്, അവർക്ക് അവരുടെ ഏരിയ കമാൻഡറിൻ്റെ മരണം കേട്ടതിന് ശേഷം അവരുടെ മുഖം വാടി. അതിൻ്റെ അർത്ഥം അവർ വളരെ ഉദാസരായി. അടുത്തത്, ചക്കർ ഖാജാന. ചക്കർ ഖാജാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പരിഭ്രമത്തിൽ പെടുക. ചക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിയുക എന്നാണ് അർത്ഥം. ഖാജാന തിന്നുക, പക്ഷെ ഇവിടെ തിന്നണമായിട്ട് യാതൊരു സംബന്ധമില്ല. പറഞ്ഞാൽ നമ്മൾ തല തിരിയുക, അല്ലാന്നുണ്ടെങ്കിൽ തല തിരിഞ്ഞു പോവുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. അല്ലെങ്കിൽ തല കറങ്ങുക എന്ന് പറയില്ലേ, അതാണ് എക്സാക്റ്റ് അർത്ഥം. തല കറങ്ങുക എന്നൊക്കെ പറയില്ല, അങ്ങനെ. അതിൻ്റെ അർത്ഥം ശരിക്കും തല കറങ്ങലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് എന്തെങ്കിലും കണ്ടിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഒയ്യോ എന്ന് പറഞ്ഞാൽ തോന്നില്ലേ, അങ്ങനെ. ക്ലർക്ക് കെ ഘർ 1 കരോड़ की नकदी पाकर CBI അധികാരി ബി ചക്കർ ഖാഗയെ. ക്ലർക്കിൻ്റെ വീട്ടിൽ 1 കോടി പൈസ കണ്ടിട്ട് CBI ഓഫീസറിന് പരിഭ്രമം തോന്നി, പറഞ്ഞാൽ ബോധം പോകുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തോന്നി. 2 से 4 ബനാന, 2നെ 4 ആക്കുക അല്ലെങ്കിൽ 2ൽ നിന്നും 4 ആക്കുക എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുക. മുനാഫ ബനാന എന്ന് പറയാം. IPL 2 से 4 ബനാനെ കാ ഖേൽ സിദ്ധ് ഹോ രഹാ ഹെ. IPL 2നെ 4 ആക്കുന്ന ഒരു കളിയായിട്ട് മാറിക്കൊണ്ടുവരികയാണ്. ആങ്കോസെ ബോൾന, കണ്ണുകൾ കൊണ്ട് പറയുക, അതിൻ്റെ അർത്ഥം നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. മീനാകുമാരി കാ അഭിനയ് ദേക്കർ ലഗ്താ താ കി വേ ആങ്കോസെ ബോൾ രഹി ഹെ. മീനാകുമാരിയുടെ അഭിനയം കണ്ടിട്ട് തോന്നുമായിരുന്നു അവൾ കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നു എന്ന്. അടുത്തത് കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം അഥവാ പര്യായം പറയാനാണ്. ഷിദ്ദത്ത്, ശ്രദ്ധ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യം. ഷിദ്ദത്ത്. ശ്രദ്ധ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ശ്രദ്ധിച്ച് നോക്കുക അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുക, കെയർഫുള്ളി എന്നുള്ള അർത്ഥവും വരും. പിന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യം, നമ്മളുടെ പാഷൻ, അതിനെയും ശ്രദ്ധ എന്ന് പറയാം. ശ്രദ്ധ, ഭക്തി എന്നും പറയും. നമ്മൾ ഭഗവാന്റെ അടുത്തുള്ള ഭക്തിക്കും ശ്രദ്ധ എന്ന് ഹിന്ദിയിൽ പറയും. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യം,
കാര്യം. അതാണ് ശ്രദ്ധ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യാറാന മിത്രത, ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. ബ മുഷ്കിൽ കഠിനായി സേ, കഠിനായി ബുദ്ധിമുട്ട്, ബഹുത് മുഷ്കിൽ, ബ മുഷ്കിൽ ബഹുത് മുഷ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട്. ഖാലിസ് ശുദ്ധ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക എന്ന് പറയില്ലേ, അതിൻ്റെ അർത്ഥം ശുദ്ധം അശുദ്ധം എന്നുള്ള മീനിങ്ങിനെക്കാളും കൂടുതലായിട്ട് എന്താണോ അത് മുഴുവനും പറഞ്ഞാൽ ഇവിടെ എന്താണ്, പഠിക്കാത്ത, ഒട്ടും പഠിക്കാത്തൊരു ഗ്രാമീണനായിട്ടുള്ള ആളാണ് പറഞ്ഞാൽ അങ്ങനെ മുഴുവൻ ക്വാളിറ്റീസ് ഉള്ള ഒരാൾ, അതിനെയാണ് ഇവിടെ ശുദ്ധ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന വാക്കിഫ് അനഭിജ്ഞ എന്ന് വെച്ചാൽ അൺഅവെയർ, തീരെ അവെയർ അല്ലാത്തത്, തീരെ അറിയില്ലായിരുന്നു, അനഭിജ്ഞ. ന വാക്കിഫ് അതിൻ്റെ ഓപ്പോസിറ്റ് വാക്കിഫ്, യക്കീൻ വിശ്വാസം തന്നെയാണ്. ഹാവി ആക്രമക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്രമിക്കുന്ന തരത്തിലുള്ള സ്വഭാവമുള്ളത് ഹാവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഹംല കർണേവാല, പ്രഹാർ കർണേവാല എന്നൊക്കെ പറയാം, ആക്രമിക്കുക അത്രേ ഉള്ളൂ. അറ്റാക്ക് ചെയ്യുക. രേഷ പത്തലെ പത്തലെ ദാഗെ, നൈസായിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള നൂലിനെയാണ് രേഷ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിമ്നലിഖിത് സന്ധി വിച്ഛേദ് കീജിയെ, താഴെ കൊടുത്തിരിക്കുന്നത് സന്ധി വിച്ഛേദ് ചെയ്യാനാണ്. ആദ്യത്തെ ചിത്രാങ്കൻ, ചിത്ര പ്ലസ് അങ്കൻ, ചിത്രിൻ്റെ ത്രൻ്റെ ലാസ്റ്റ് ആ, അത് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അല്ലേ. നമ്മളിപ്പോൾ ഏതൊരു വ്യഞ്ജനം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ ക, അതിന് നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക, ക പ്ലസ് ആ. ഇപ്പോൾ ത പ്ലസ് ആ, പ ആണെങ്കിൽ പ പ്ലസ് ആ, അങ്ങനെയാണ് നമ്മൾ പറയുക പൊതുവെ. അപ്പോൾ അതിൽ ആവും പിന്നെ അങ്കൻ എന്നുള്ളതിൻ്റെ ആവും രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് എഴുതുന്ന സമയത്ത് എന്താണ്, ആന്നായി. അടുത്തത് സർവോത്കൃഷ്ട, സർവ പ്ലസ് ഉത്കൃഷ്ട എന്ന് വരണം കേട്ടോ. ഉത്കർഷ് എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്, അത് ടൈപ്പിംഗ് എററാണ്, ഉത്കൃഷ്ടം തന്നെയാണ് വരിക. അപ്പോൾ ഇതിൽ സർവിൻ്റെ എർവ് എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെ കൂടിയിട്ടാണ്, വ ര ആ, വ ര ആ. അപ്പോൾ അതിൻ്റെ ആവും ഈ ഉത്കൃഷ്ടിൻ്റെ ഊവും പിന്നെ ആ പ്ലസ് ഉ രണ്ടും കൂടി ഓ പറഞ്ഞാൽ ര ആ ഉ എല്ലാം കൂടിയിട്ട് എർവോ നായി. അപ്പോൾ സർവ് പ്ലസ് ഉത്കൃഷ്ട, സർവോത്കൃഷ്ട. അടുത്തത് സെയിം അതേപോലെ തന്നെയാണ്. ചർമ്മോത്കർഷ്, ചർമ്മ പ്ലസ് ഉത്കർഷ്, ചർമ്മ എന്ന് പറയുന്ന സമയത്ത് എർമന്നിൻ്റെ മ ര ആ. അപ്പോൾ ആ മ ര ആ, ര ആവും പിന്നെ ഉത്കർഷിൻ്റെ ഊവും രണ്ടും കൂടിയിട്ട് എർമോ, ചർമ്മോ എന്ന് വരും. അടുത്തത് രൂപാന്തരൻ, അത് നമ്മളുടെ ചിത്രാങ്കൺ പോലെ തന്നെയാണ്. രൂപ് പ്ലസ് അന്തരൻ, പ റൂപ്പിൻ്റെ ലാസ്റ്റ് പ വരുന്നുണ്ട്. അപ്പോൾ പ എന്തൊക്കെ കൂടി ചേർന്നാണ്, പ പ്ലസ് ആ. അപ്പോൾ അതിൽ ആവും അന്തരൻ്റെ ആ എന്നുള്ളതും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് ഒന്നിച്ചെഴുതുന്ന സമയത്ത് ആ രൂപാ എന്ന് വരും. അടുത്തത് ഘനാനന്ദ്, ഘൻ പ്ലസ് ആനന്ദ്. വളരെ എളുപ്പമുള്ളതാണ്, നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിമ്നലിഖിത് കാ സമാസ് വിഗ്രഹ കീജിയെ ഓർ സമാസ് കാ നാം ഭി ലിഖിയെ. താഴെ 3 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സമാസം വിഗ്രഹിക്കും വേണം, അതിൻ്റെ സമാസത്തിൻ്റെ പേരും എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. കലാമർമ്മജ്ഞ, കലാക്ക മർമ്മജ്ഞ പറഞ്ഞാൽ കലയെ അടുത്തറിഞ്ഞവൻ, മർമ്മജ്ഞ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അറിഞ്ഞവൻ, അടുത്തറിഞ്ഞവൻ, കലയെ അടുത്തറിഞ്ഞവൻ. അതിൻ്റെ സംബന്ധ തത്പുരുഷ് സമാസ് ആണ്. ഇതിൽ നമുക്ക് തത്പുരുഷ് സമാസ് പൊതുവേ കാ, കെ, കി, സേ, ദ്വാര എന്ന് വരുന്നതെല്ലാം ഏതാണ്, തത്പുരുഷ് സമാസിൽ വരും. അപ്പോൾ കലാക്ക മർമ്മജ്ഞ, കലയെ അടുത്തറിയുന്നവൻ. അപ്പോൾ അതേപോലെ തന്നെ മൂന്നാമത്തത് രാഷ്ട്രപതി എന്നുള്ളത് രാഷ്ട്രകാപതി, രാഷ്ട്രത്തിൻ്റെ പതി. അപ്പോൾ അതിൽ രണ്ടിലും കാ എന്നാണ് വരുന്നത്. പൊതുവേ കാ, കെ, കി എന്ന് മാത്രം വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സംബന്ധ തത്പുരുഷ് സമാസ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ ഒരു റിലേഷൻ പറയാണ്, അവിടെ ഒരു സംബന്ധം പറയാണ്. കലാക്ക കലയുടെ, രാഷ്ട്രക രാഷ്ട്രത്തിൻ്റെ. അപ്പോൾ അവിടെ ഒരു റിലേഷൻ വരികയാണ്. അല്ലെങ്കിൽ കെ എന്നാണെങ്കിലും കി എന്നാണെങ്കിലും ആ വാക്കുകൾ അനുസരിച്ചിട്ട് അവിടെ ഉപയോഗിക്കും. അപ്പോൾ അത് സംബന്ധ തത്പുരുഷ് സമാസാണ്. അടുത്തത് രണ്ടാമത്തത് ലോകപ്രിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകുമേ പ്രിയ, ലോകത്തിൽ പ്രിയനായിട്ടുള്ളവൻ അല്ലെങ്കിൽ ലോകത്തിന് പ്രിയനായിട്ടുള്ളവൻ. അപ്പോൾ മേ അല്ലെങ്കിൽ പർ എന്നൊക്കെ വരുന്ന സമയത്ത് അധികരൺ തത്പുരുഷ് സമാസാണ് വരിക ഇവിടെ. അപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം.